അങ്ങനെ ഞാൻ എടുക്കൂല. നിന്റെ അണ്ടി പിടിച്ച് ഓടിച്ചോളാം കേട്ടോ ഞാൻ ഞാൻ വാറ്റുകോക്ക് വീശിയില്ലെന്നാ എവിടെ ആളിയാ ഗോഗു നിനക്ക് ആ കേട്ടോ എനിക്കത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അളിയാ ഗോഗു എന്താ ആരാ നിന്റെ അളിയെ സീരിയസ്ലി ഞാനൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാണം ഉണ്ടല്ലോ എടാ ഞാനൊരു കാര്യം ഇവനെയൊക്കെ പറഞ്ഞ ഈകളെ എല്ലാ ദിവസവും വന്നിരുന്ന് കാര്യം ആ ചന്ദ്രനെ എടുക്ക് വലിയ തലവേദനയായി അതുകൊണ്ടൊന്നല്ല എടുത്തേ. അല്ലല്ല ഗോകു മെസ്സേജ് വിളിയിടൂ. ഗോകു മെസ്സേജ് വിളിയിടൂേ. നീ അങ്ങനല്ലേ എടുത്ത് അങ്ങനല്ലേ എന്റെ അടുത്ത് സത്യം പറ എടാ ഞാൻ നല്ല കിടില ഗെയിം. പിന്നെ എനിക്ക് അവന്റെ എന്ന് ചന്തയാന്നിരുന്ന് ഡ്രീമർ ഇത് കേട്ട് എനിക്ക് തലവേദന. ഞാൻ പിന്നെ എടുത്തു. എടാ പക്ഷെ ഞാൻ ഇന്നൊരു റീല് കണ്ടു കേട്ടോ, മറ്റേ അല്ലല്ലേ ലൂയ മോനോ അങ്ങനെ അവന്റെ ഒരു റീല് കണ്ടപ്പോഴേ അവന്റെ ഒരു റീല് ഇപ്പം അവൻ മറ്റേ ഈഗിളിന്റെ ഒരു റീൽ ഇപ്പൊ പോസ്റ്റ് ചെയ്തല്ല. അതിനകത്ത് അത് കണ്ടപ്പോഴാണ് മനസ്സിലായേ ഓപ്പർച്യൂണിറ്റി കിട്ടിയാ യൂസ് ചെയ്യണം. ആ ഒറ്റ വള്ളി കയറി പിടിക്കുക, ജീവിതം രക്ഷപ്പെടുന്ന അത്രയും. എന്നെ MRC എടുക്കാൻ എന്താടാ മൈരേ നീ എന്നെ എടുക്കാൻ ചേട്ടാ ഉള്ള കാര്യം പറഞ്ഞ ചേട്ടാ ഭയങ്കര മോശം ഗെയിം പ്ലേ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. എനിക്ക് മോശം ഗെയിം പ്ലേ ആണ്. എനിക്ക് ഫോണിൽ കളിക്കാൻ അറിയത്തില്ലടാ. ആശൻ കോങ്കറൊക്കെ അടിച്ച് നമ്മള് MRCയിൽ എടുത്തേ. അപ്പൊ ഭയങ്കര കോങ്കറൊക്കെ അല്ലേ ആഹാ. നമ്മൾ MRCയിലുള്ള ഒരു ഇവനാണ് എന്തിനാ ഇത് ഒരു ടീമും ഇട്ടിട്ട് അവനെ ഐജിയിലാക്കി ഇട്ട് കൊടുത്തട്ടാ. എതിരെ ടീം വരുമ്പോ ഇന്ന് കൈ ഇറക്കുന്നു. ഐജിഎല്ലിനെ കാണുന്നില്ല, ഐജിഎൽ വീട്ടിനകത്തിരിക്കുന്നു. ബാക്കി മൂന്നൊരു തടി. ഞാൻ ഇത് ഐജിയിലായിരുന്നല്ലേ എന്നെ ഐജിയിലാക്കി രണ്ടാം ദിവസം ഞാൻ തള്ളി കളിച്ച് ഇറങ്ങി. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഒരു കഴിവില്ലാത്ത ഇവനെയൊക്കെ പിടിച്ച് എന്തിനാന്നോ എനിക്ക് എനിക്കറിഞ്ഞൂടാ. MRCയിലൊക്കെ ഒരു കഴിവില്ലായിരുന്നു. പഴയ ഹിസ്റ്ററികൾ വേണമെങ്കിൽ ചേട്ടാ ചെകഞ്ഞ് നോക്കാം. പഴയ ഒരു ഹിസ്റ്ററി ഇല്ല. എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ കളിക്കാൻ അറിയത്തില്ല, പിന്നെ ഞാൻ കളി പഠിച്ചായിരുന്നു. ചാരമെന്ന് വിചാരിച്ച് ചെകയല്ലേ ചേട്ടാ, ചിലപ്പോ കൈയൊക്കെ പൊള്ളും. ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് ചോദിച്ചപ്പം ഇവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എടാ MRC എടുക്കൂടാന്ന് ചോദിച്ച സമയത്ത് ഈ നാറി എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അളിയാ നീ സ്ക്രീൻഷോട്ട് അയക്കാൻ. ഞാൻ ചോദിച്ചു എന്തിന്റെ സ്ക്രീൻഷോട്ട്? നിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്ക്രീൻഷോട്ട് കളിക്കാൻ നൂബാളിലെ നമുക്ക് അറിയണമല്ലോ. ചേട്ടൻ നൂബായിരുന്ന സമയത്ത് ചേട്ടാ നമ്മൾ കുറച്ച് ഗെയിം പ്ലേ ചേട്ടാ നമ്മൾ കുറച്ച് ഗെയിം പ്ലേ ഓറിയന്റഡ് റിക്രൂട്ട് എടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. അല്ലെ ഗോകു ഞാൻ നിന്റെ പൈസ അല്ല കണ്ടിട്ടുള്ളത്, മനസ്സിലായി? ആ ഒരു ഇതില്ല, ആ ചോദ്യത്തിൽ മനസ്സിലായി. നിന്റെ പൈസയൊക്കെ എനിക്ക് പുല്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ എടുക്കൂല. ചന്ദ്ര ചിരിക്കുന്നേ നീ എനിക്ക് അതങ്ങ് നൈസായിട്ട് ചോദിച്ചടാ കുറച്ച് കാശ് MRC എടുക്കുമെന്ന്. പറയല്ലേ ചന്ദ്ര. നിന്റെ അണ്ടി പിടിച്ച് ഓടിച്ചോളാം കേട്ടോ ഞാൻ ഞാൻ നീ ആരാ മാമാ? പക്ഷെ ചന്ദ്ര ഞാൻ നീ പബ്ജി കളിച്ചിട്ടുണ്ടോ? ചന്ദ്ര നീ കോമ്പറ്റീറ്റീവ് കളിക്കാറില്ലായിരുന്നു ചന്ദ്ര? ഭയങ്കര മോശം കളിയായിരുന്നു ആ ടീമില് സത്യം പറഞ്ഞു. ഇല്ല നമ്മുടെ ചേട്ടാ നിങ്ങളുടെ ബ്ലൈൻഡിന്റെ ഈഗിള് ലൈനപ്പിലുണ്ടല്ലോ നമ്മളെ ടീം എടുത്തിട്ട് ദിവസം അടിക്കുമായിരുന്നു. അവസാനം ഈഗിൾ എനിക്ക് മെസ്സേജ് അളിയായത് ഭയങ്കര ഇത് നിങ്ങളുടെ ടീം നമ്മളെ ഒറ്റ സ്ഥാനത്തിലാണ് അവന്റെ കരിയർ ചേഞ്ച് ആയത്. ഒറ്റ കരിയർ ചേഞ്ച് ആയത് ആദ്യത്തെ സംഭവം. ഓക്കെ, രണ്ടാമത്തെ കരിയർ ചേഞ്ച് ആയത് അവൻ പറഞ്ഞ് ടീമിൽ കളിക്കുന്നില്ല, താല്പര്യം. അപ്പോഴേ നമ്മൾ അവനെ കണ്ടന്റ് ക്രിയേഷനിൽ ഫോക്കസ് ആക്കിയില്ലേ, അതവിടെ തീർന്നു. പിന്നെ ചെറുക്കൻ കയറി പോക്കറ്റായിരുന്നോ? അതുപോലാണ് പറയുന്നത്. പക്ഷെ നീ ആ ബ്ലൈൻഡിൽ കയറിയത് ഈഗിൾ പറഞ്ഞിട്ടാ.
ഈകൾ എന്റെ അടുത്ത് രാവും പകലും വന്നു ചേട്ടാ അവൻ എന്നോട് മറ്റേ പാറപ്പുറത്ത് വന്നിരിക്കുവായിരുന്നു ചേട്ടാ എന്റെ കൂടെ വെള്ളം കുളിക്കുവായിരുന്നു ചേട്ടാ അതാ ചേട്ടാ ഇതാട്ടാ MRC ഇതുപോലെ അല്ല പക്ഷെ ബ്ലൈൻഡില് ഈഗിളുടെ സ്ട്രോങ് റെക്കമെൻഡേഷൻ ഞാൻ കേട്ടോ അത് ശരിയാണ്. പക്ഷെ MRC ഗോകുവിന്റെ എന്റെ ഗെയിം പ്ലേയുള്ള ക്രഷ് കാരണമാണ്. ജോക്കി ഞാൻ എക്സ്പോസ് ആയിട്ട് പറഞ്ഞേ ഈകൾ അന്ന് പോയില്ല അത് അന്ന് പറഞ്ഞില്ലേ MRC അന്ന് രാത്രി ഞാൻ ചന്ദ്രത്ത് വെച്ചു എടാ ചന്ദ്ര നിന്റെ എന്തിനാണ് ഇത് ഒപ്പീനിയൻ ചന്ദ്രൻ എടാ എന്നെ ഇത്ര ആക്കിയത് MRC ആണ് അതുകൊണ്ട് ഞാൻ എവിടെ പോലും അവിടെ തന്നെ ഉണ്ടെന്ന് പിറ്റേന്ന് 12 മണിയായപ്പോ ഞാൻ അടിച്ചപ്പോഴേ രാവിലെ 6 മണിക്ക് ഒരു മെസ്സേജ് അളിയ ഞാൻ ഇറങ്ങുവാണ് ഈഗിളില്ലാണ്ട് പറ്റത്തില്ല. അത് റിയാലിറ്റി പറഞ്ഞു. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ആ രാത്രിയുള്ള മീറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഈഗിളുടെ ഒരു വിഷമം കാരണം ഞാൻ ഇറങ്ങി കയ്യിന്ന്. നീ എന്നിട്ട് ഇറങ്ങി പോയടാ പിന്നെ ഇറങ്ങാതെ ചേട്ടാ എന്നിട്ട് ചന്ദ്രനും ഈഗിളും ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിരുന്നു. അത് മാറാൻ പറ്റില്ല. ചേട്ടാ ഗുഹേന്ദ്രൻ എന്നിട്ട് ചേട്ടാ നമ്മള് സോറി പറയാൻ വീട്ടിൽ പോയി. അവർക്ക് മൈൻഡ് വില തന്നു അവന്റെ വീട്ടിൽ പോയിട്ട്. നിന്റെ ആരെയും മൈൻഡ് ചെയ്തില്ല നീ. ചേട്ടാ ചേട്ടാ ഫോൺ ഇട്ടിന്റെ അന്നേ നമുക്ക് തോന്നി അവന്റെ അടുത്ത് പോയിട്ട് അത് ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അവന്റെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഈകൾ കൂടി പോയിട്ടാ. അപ്പൊ ഈകള് പോണ പറയാണ് അളി അവൻ ആട്ടും ഉറപ്പാണ് അവൻ ചെവിട്ടിലടിക്കും. അപ്പൊ ഞാൻ അളി അതൊന്നും സീനൊന്നുമില്ല അടിച്ചാൽ തന്നെ നിന്നെ അടിക്കത്തുള്ളൂ ഞാൻ നിന്നെ പേടിക്കുന്നത് കുറേ അങ്ങനെ നമ്മള് പോവാണ് കേട്ടാ. പോയിട്ടുണ്ടല്ല അളിയെ കുറ്റി അടിച്ച പോലെ റൂമിന്റെ തിരികെയാണ് അനക്കം ഒന്നുമില്ല. നമ്മൾ അവിടെ പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ റൂം ഫുള്ള് സൈലൻസ് ആയിട്ടാ. അപ്പത്തേക്കും അവന്റെ ഗോകുവിന്റെ അമ്മയാണ് കഴിക്കാനൊക്കെ ഫുഡൊക്കെ കൊണ്ടുവച്ച് അവിടെ വെച്ചത് എന്തൊക്കെ. അപ്പൊ അവരെന്നെങ്കിൽ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഗോകു സംസാരിക്കുന്നില്ല നമ്മളെല്ലാരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് മറ്റേ ഈ മുറുക്കൊക്കെ ചവയ്ക്കുമ്പോ സൗണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ മറ്റേ കറുമുറ സൗണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഈകളിരുന്ന് തിന്നണ് അവിടെ ഇരുന്ന്. ചേട്ടാ നമ്മളൊരു കാര്യം സംസാരിക്കാൻ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ സംസാരിക്കണം അങ്ങനെ ശൈയല്ലേ നമുക്ക് എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. ആ ഒരു രീതിക്ക് ഒരുത്ത ഓറഞ്ച് മുറുക്കൊക്കെ ഇരുന്ന് തിന്നണ സൈഡിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങണ്. ഞാൻ പറഞ്ഞു ഞാൻ മോൻ കാണിച്ചാ കാണിക്കുക സംസാരിക്കാന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ആളിയ ഫോൺ കിട്ടി ഇതാണ് ഫോണ് ഫോൺ കിട്ടിയല്ലേ ഇതേത് മോഡലൊക്കെ വെച്ചിട്ട് അത്ര എന്നെ സംസാരിച്ചുള്ളൂ. അവന്റെ വീട്ടിൽ പോയിട്ട് ആകപ്പാടെ സംസാരിച്ച അത്രേ ഉള്ളൂ ഫോണിന്റെ കാര്യം. പിന്നെ ഞാൻ നിന്നെ പിടിച്ചൊരു ഉമ്മ തരാൻ അവൻ ചെയ്യുന്നല്ല നിന്നെ എടുത്തിട്ട് കളിക്കാൻ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടാടാ കോൾ കണക്ട് ആയില്ല. പറഞ്ഞ കൂടി ഞാൻ വല്ല തെറി വിളിക്കും. ഞാൻ വാലറന്റ് കേടി ആയിക്കടാ നീ നാളെ അങ്ങനെ ചിരിച്ചേ. എടാ ചന്ദ്ര നീ 1v1 കളിക്കുന്നുണ്ടോടാ? ചേട്ടാ ഇതില്ല നമ്മള് ലോക്കൽ പ്ലേസിന്റെ കളി നിർത്തി. അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വാ. ചേട്ടാ ഇതില്ല ചേട്ടൻ തോക്കും ചേട്ടൻ തോക്കും ചേട്ടൻ എന്തായാലും തോക്കും ചേട്ടാ ഇത് ചേട്ടൻ തോക്കും. എടാ നീ വാടാ നീ. ഇല്ല ചേട്ടാ എനിക്ക് അളിയ ഗോകു ആർക്കും കളിക്കാൻ തുടങ്ങിയല്ലേ നീ? 39 മണിക്കൂർ നീ കളിച്ച ഇന്നലെ കണ്ട. ഞാൻ ഇന്നലെ ആർക്കും ഇങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്കും ഒരേ ഒരാളെ ഭയങ്കര ഇതാടാ ഭയങ്കര റിപ്പറ്റീറ്റീവ്നെസ് അതിന്.